ഹലോ ഗൈസ്, ഇന്ന് ഞാനൊരു ചിക്കൻ ചുക്ക ഉണ്ടാക്കാൻ നോക്കുകയാണ് കേട്ടോ. അതിനായിട്ട് ഞാനൊരു 1.5 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിനെ ഞാനൊരു മസാല പിടിപ്പിച്ച് കാണിച്ചു തരാം. ഈ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനെ ഞാൻ മസാല പിടിപ്പിക്കുകയാണ്. അതിനായിട്ട് 2 സവോള ബ്രൗൺ നിറത്തിൽ വറുത്ത് കോരി വെച്ചിരിക്കുകയാണ്. ആദ്യം തക്കാളി ഇടുന്നുണ്ട്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ല, ചതച്ചതാണ് കേട്ടോ. പിന്നെ മല്ലിച്ചപ്പ്, വേപ്പിൻ്റെ ഇല. ഇനി അതിലേക്ക് ഞാൻ ഉപ്പിടുന്നുണ്ട്, മല്ലിപ്പൊടി, മുളക് പൊടി എല്ലാം ഓരോ സ്പൂണാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി പിന്നെ നമ്മളൊരു 3/4 സ്പൂൺ ഇട്ടാൽ മതി. പിന്നെ ചിക്കൻ പൊടി അതൊരു സ്പൂണാണേ. വലിയ ജീരകവും ചെറിയ ജീരകവും വറുത്ത് പൊടിച്ചതാണ്, അതിടണേ. അതൊരു സ്പൂണാട്ടെ, രണ്ടും അരായിട്ട്. പിന്നെ ഗരം മസാല പൊടി, അത് ഞാൻ വറുത്ത് എടുത്തതാണ്, അത് പൊടിച്ചെടുത്താണ് കേട്ടോ. ഇത്രയും മതി. ഇനി നമുക്കിതിനെ എല്ലായിടത്തും നരവ് പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എല്ലാം കൂടി യോജിപ്പിച്ച് എടുക്കുകയാണ്. ഇനി നമ്മൾ ഈ ചിക്കനെ 2 മണിക്കൂർ റെസ്റ്റിന് വെക്കുകയാണ് കേട്ടോ. ഒന്ന് പിടിച്ച് കിട്ടണ്ടേ, അതിങ്ങനെ റെസ്റ്റിന് വെക്കുകയാണ്. ഒരു പാത്രം കൊണ്ട് അടച്ച് വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച ഈ ചിക്കനെ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ആ ചട്ടി തന്നെയാണ് ഞാൻ അടുപ്പത്ത് വെക്കുന്നത്. ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണ ആഡ് ചെയ്യണം മാത്രം. വെളിച്ചെണ്ണ ഞാൻ ആഡ് ചെയ്യണേ. ഇനി നമ്മളിതിനെ ഇളക്കിക്കൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് പാത്രം അടച്ച് വെക്കണം കേട്ടോ. ഇത് ഞാൻ വെള്ളയും ചേർത്തിട്ടില്ല, ഈ വെളിച്ചെണ്ണ അല്ലാതെ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല. ഇത് വെള്ളം ചേർക്കാതെ ഇതിന് കുക്ക് ചെയ്തെടുക്കണേ. നമുക്കിതിനെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. വെള്ളം ചേർക്കാത്തോണ്ടേ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മുടെ ചിക്കൻ അടി പിടിച്ചിട്ടൊന്നുമില്ല, നല്ല ഭംഗിയായി ഇങ്ങനെ കാണുന്നുണ്ടല്ലോ. ഇതിൻ്റെ എണ്ണയൊക്കെ ഇങ്ങനെ കൂടി ഇങ്ങനെ വന്നിരുന്നുണ്ട് കേട്ടോ. അടപ്പിൻ്റെ ആവിൽ ഇങ്ങനെ അടപ്പ് ഇങ്ങനെ വെക്കുന്ന സമയത്ത് അതിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളം ഉണ്ടല്ലോ, അതിലിങ്ങനെ വീഴും. നമുക്കൊന്നുകൂടെ അടച്ച് വയ്ക്കാം വേകാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ അടപ്പങ്ങ് തുറന്ന് കണ്ടോ, വെള്ളം ചേർത്തില്ല എന്നുള്ളൊരു സങ്കടേ ഇതിലില്ല കണ്ടോ. അടിപൊളിയായിട്ട് അരവൊക്കെ ചേർന്ന് ഇത് വെന്ത് വന്നിരിക്കുന്നു കേട്ടോ. അപ്പം ഇതിലേക്ക് അപ്പം കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട്. എത്ര സിമ്പിളായിട്ടാണ് നമ്മൾ ഈ ചിക്കനെ കുക്ക് ചെയ്തെടുത്തത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.